നമസ്കാരം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന കാര്യങ്ങൾ ഇനി എളുപ്പമാകും. അബ്ദുൾ റഹീം പ്രതിയായ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി തള്ളിയ കീഴ്ക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു. ഹർജി തള്ളിയതോടെ ഇനി റഹീമിനെതിരെ മറ്റു നടപടികളൊന്നും ഉണ്ടാവില്ല. വിധിയിൽ റഹീം നിയമസഹായ സമിതി സന്തോഷവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന് 20 വർഷത്തേക്കായിരുന്നു കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. 2026 ഡിസംബറിൽ കേസിന് 20 വർഷം തികയും. ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ റഹീം തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. ഫായിസിന് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നതും കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു. കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ചുമതലയും റഹീമിനായിരുന്നു. 2006 ഡിസംബർ 24-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കാറിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അബ്ദുൾ റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി പോവുകയായിരുന്നു. ബോധരഹിതനായ ഫായിസ് പിന്നീട് മരണപ്പെടുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവച്ചിരുന്നു. ഈ കാലയളവിനൊടുവിൽ ഫായിസിൻ്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നതതലത്തിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായതുമില്ല. ഒടുവിൽ ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് 34 കോടി രൂപ ദയാധനമെന്ന ഉപാധിയിൽ ഫായിസിൻ്റെ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു. സ്വകാര്യ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധിച്ച വധശിക്ഷയാണ് 1.5 കോടി റിയാൽ. ഇത് ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപ വരും. ദിയാധനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ 1 വർഷം മുമ്പാണ് ശിക്ഷ ഒഴിവായത്. എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാൻ ഇടയാക്കിയതും. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ 1 വർഷത്തിനിടെ 13 സിറ്റിംഗ് ആയിരുന്നു നടന്നത്.